മക്കൾസ് വെൽക്കം ബാക്ക്. എടാ 7ാം ക്ലാസ് കഴിഞ്ഞിട്ടും ഒരു ബൾബ് എങ്ങനെ കത്തിക്കാന്ന് അറിയില്ല, ഒരു മോട്ടർ എങ്ങനെ കറക്കാന്ന് അറിയില്ല, അതിന്റെ ചിത്രം അഥവാ സർക്യൂട്ട് ഡയഗ്രാം എങ്ങനെ വരയ്ക്കാന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ അയ്യയ്യേ അമ്മമ്മേ അച്ചച്ച മോശം മോശം ഷെയിം പപ്പി ഷെയിം. പക്ഷെ നമുക്ക് അഗതികേട് വരാൻ പാടില്ല. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഒരു ബൾബ് എങ്ങനെ കത്തിക്കാന്ന് പഠിക്കും, ഒരു മോട്ടർ എങ്ങനെ കറക്കാന്ന് പഠിക്കും, ഒരു LED മൊഡ്യൂൾ എങ്ങനെ കത്തിക്കാന്ന് പഠിക്കും. അതൊക്കെ പഠിച്ച് ചിത്രങ്ങളും വരയ്ക്കാൻ പഠിച്ച് സെറ്റ് ആക്കിയിട്ടേ ഇവിടുന്ന് പോകുള്ളൂ. സോ ഗൈസ് റെഡി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുന്നു, ഒന്ന് ഉഷാറാവുന്നു, ദേ ഇങ്ങോട്ട് നോക്കുന്നു. സോ ഗൈസ് നമ്മൾ ഒന്നാമത്തെ പരിപാടി ഒരു ബൾബ് എങ്ങനെ കത്തിക്കാം. എടാ ഒരു ബൾബ് കത്തിക്കണമെന്നുണ്ടെങ്കിൽ പ്രകാശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു ബൾബ് എടുക്കും. സാറേ ബൾബ് അവിടെ റെഡിയാണ്. എടാ ഈ ബൾബ് കത്തണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് കറണ്ട് വേണ്ടേ? സോ നമ്മൾ കറണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡോം റീം കുട്ടിച്ചാ താരെ വിടുത്തും ഒരു ബാറ്ററി അല്ലെങ്കിൽ ബാറ്ററിന്റെ അനിയനായ സെല്ലിനെ വിളിക്കും. സോ സെല്ല് ഇവിടെ റെഡിയാണ്. സെല്ലുകൾ കൂട്ടിച്ചേർന്നാലാട്ടോ ബാറ്ററി ഉണ്ടാകുക. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നത്തെ ലൈവിൽ പറയും. സാറേ ഇതൊരു സെല്ലാണ്, ഇതൊരു ബൾബാണ്. സോ ഈ ബൾബ് ഇവിടെ ഉണ്ട്, ബൾബ് അവിടെ ഉണ്ട്, സെല്ല് ഇവിടെ ഉണ്ട്. ഇവരിങ്ങനെ കണ്ണും ഇങ്ങനെ നോക്കി ആ ബൾബ് കത്തുവോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഒരു വയർ എടുത്തിട്ട് ഒരു കണ്ടക്ടർ എടുത്തിട്ട് ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മളിങ്ങനെ നേരെ ഇങ്ങനെ കണക്ട് ചെയ്താൽ മതിയോ? അങ്ങനെ ഒന്നും ചെയ്യരുത്. ഇതൊരു മറ്റേ മിട്ടുമുയലിന് വഴി കാണിക്കൂ, അങ്ങനത്തെ അല്ല. നല്ല വൃത്തിയിൽ ഒരു പോസിറ്റീവിൽ നിന്ന് ഒരു വര വരയ്ക്കുന്നു, നേരെ അങ്ങോട്ട് കണക്ട് ചെയ്യുന്നു. വാവ്, ഈ സൈഡ് സെറ്റായി. അപ്പോൾ ഇവിടെ നോക്കടാ, പാവം ഒന്നും ഇല്ലാണ്ട് ഒഴിഞ്ഞെടുക്കണം നോക്ക്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഈ ഭാഗത്തിന് നേരെ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്യുക. ഇതാ വരട്ടെ, ഇതാ താഴോട്ട് വരട്ടെ, ദേ അങ്ങോട്ട് പോട്ടെ. വാവ് ഉഷാർ. ഇപ്പോൾ ഈ ബൾബ് ഇങ്ങനെ കത്തും, നോ പ്രോബ്ലം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇതിങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കുകയല്ലേ. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഓൺ ആക്കാനും ഓഫ് ആക്കാനും നമ്മളിതിൽ എന്ത് കണക്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ഒരു സ്വിച്ച് അങ്ങോട്ട് കണക്ട് ചെയ്യും, പരിപാടി കഴിഞ്ഞു. ഇതിനെയാണ് നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം എന്ന് വിളിക്കുക. അപ്പോൾ ഇനി ബൾബ് കത്തിക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ആദ്യം ഒരു ബൾബ് എടുക്കുന്നു, ഒരു സെല്ലോ അല്ലെങ്കിൽ ബാറ്ററി എടുക്കുന്നു, അതിൻ്റെ പോസിറ്റീവ് ബൾബിൻ്റെ ഒരു സൈഡിലേക്ക് കൊടുക്കുന്നു, നെഗറ്റീവ് മറ്റേ സൈഡിലേക്ക് കൊടുക്കുന്നു. നമുക്ക് ആവശ്യാനുസരണം ഓൺ ആക്കാനും ഓഫ് ആക്കാനും നമ്മൾ എന്ത് ഫിറ്റ് ചെയ്യുന്നടാ? ഒരു സ്വിച്ചും കൂടി ഫിറ്റ് ചെയ്യുന്നു. വല്ല അഭിപ്രായം ഉണ്ടോ? നോ പ്രോബ്ലം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നമ്മളൊരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുമ്പം ഇതേമാതിരി ബൾബൊക്കെ വരയ്ക്കാൻ എന്നെപ്പോലെ എല്ലാവർക്കും കഴിവുണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുക, പ്രതീകങ്ങളാണ് യൂസ് ചെയ്യുക. എൻ്റെ മക്കളൊരു 10 സിമ്പിൾസ് പഠിച്ചാൽ നമ്മൾ സെറ്റാണ്. ഞാൻ പഠിപ്പിച്ചു തരാം. ഒന്നാമത്തെ സിമ്പിളാണ് ഇവൻ, വലിയ വര ചെറിയ വര. ഈ വലിയ വരയും ചെറിയ വരയും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ പറയുക? സെൽ. ഇതാരടാ? സെല്ല്. ഇനി ഇവൻ്റെ ഒരു കാക്കുണ്ട്, വലിയ വര ചെറിയ വര വലിയ വര ചെറിയ വര. ഇവൻ്റെ പേരാണ് ബാറ്ററി. അപ്പോൾ നമ്മൾ സെല്ല് പഠിച്ച് ബാറ്ററി പഠിച്ച്, എൻ്റെ കൂടെ പഠിക്കണേ, സെല്ല് പഠിച്ച് ബാറ്ററി പഠിച്ച്. ഇനി അടുത്ത ആളാണ് ഇവൻ. ഇവനെ നമ്മൾ നേരത്തെ കണ്ടതല്ലേ? ഇതാരടാ? സ്വിച്ച്. ഇത് ഓണാണോ ഓഫാണോ? കറണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ, ഒരു ബ്ലോക്ക് ഉണ്ട് കേട്ടോ. സോ ഇത് സ്വിച്ച് ഓഫ് ആക്കിയ അവസ്ഥയിലാണ്. എന്നാൽ സ്വിച്ച് ഇങ്ങനെയാണെങ്കിൽ അതിന് അർത്ഥം എന്താ? ഇതാണ് സ്വിച്ച് ഓൺ ആക്കിയ അവസ്ഥ. സോ നമ്മൾ സെല്ല് പഠിച്ചു, ബാറ്ററി പഠിച്ചു, ഓഫ് ആക്കിയ സ്വിച്ച് പഠിച്ചു, ഓൺ ആക്കിയ സ്വിച്ചും പഠിച്ചു. ഇപ്പം എത്രനായി? 4 സാർ അടുത്ത് വരട്ടെ. ഇവന് ഒരു തെറ്റ് വട്ടം. ഈ തെറ്റ് വട്ടിട്ട് അതിനർത്ഥം എന്താ പറയുക? ഇതാണ് ബൾബ്. സാർ ഇത് ബൾബ് കത്തുന്ന ബൾബാണോ കത്താത്ത ബൾബാണോ? സുഹൃത്തുക്കൾ ഇതെന്താ പറയുക? അൺലിറ്റ് ബൾബാണ്. എന്താ അൺലിറ്റ് ബൾബ് എന്ന് പറഞ്ഞാൽ? പ്രകാശിക്കാത്ത ബൾബ്. അപ്പോൾ സാറേ പ്രകാശിക്കുന്ന ബൾബാണെങ്കിൽ എന്താ ചെയ്യുക? ഇതാ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യും. വാവ് പ്രകാശം. ഇവരെ നമ്മൾ പറയുന്ന പേരാണ് ഗ്ലോയിങ് ബൾബ്, പ്രകാശിക്കുന്ന ബൾബ്. അപ്പോൾ ഇത് പ്രകാശിക്കാത്ത ബൾബാണ്, ഇത് പ്രകാശിക്കുന്ന ബൾബാണ്. ഇതാരാ? ഒരു കണ്ടക്ടർ, ഒരു വയറ്, ചെമ്പ് കമ്പി. ഇതിനൊക്കെ നമ്മൾ ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യും. സാർ അടുത്ത ആളാരാ? ഇവൻ്റെ പേരാണ് ബസർ. എടാ ഈ ആൾക്കാരൊക്കെ നമ്മൾ അറിഞ്ഞാലേ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. സോ ഇതൊന്നിൻ്റെ കൂടുതൽ പഠിച്ചെന്നാൽ ബാക്കി ഞാൻ ഇറ്റ്. സാർ ഇവൻ്റെ പേര് ബസർ എന്നാണ്. ഇനി അടുത്ത ആളാരാ? ഓ മൈ ഗോഡ്, ഇവനാണ് LED. ഒന്നും അറിയാത്ത ആൾക്കാർ തീർന്നു പോകും ഗൈസ്, തീർന്നു പോകും. ഇവൻ്റെ പേരാണ് LED, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഇവൻ്റെ പേരാണ് മിനി മോട്ടർ. നമ്മളെ മോട്ടറിൽ കറക്കുന്നത്, ഇവൻ്റെ പേരാണ് മിനി മോട്ടർ. സോ ഗൈസ് റെഡി അല്ലേ? ഈ 10 ആൾക്കാരെ 1 2 3 4 8 10 ഈ 10 ആൾക്കാരെ നിങ്ങൾ സെറ്റാക്കി തന്നാൽ ബാക്കി എങ്ങനെ വരയ്ക്കലെന്ന് ഞാൻ പഠിപ്പിച്ചുതരാം. തുടങ്ങിയല്ലേ? നമ്മൾ നേരത്തെ ബൾബ് കത്തിച്ചില്ലടാ. ആ ബൾബ് കത്തിക്കുന്നത് എങ്ങനെ? സർക്യൂട്ട് ഡയഗ്രാം വെച്ച് വരയ്ക്കുന്നത് നമുക്ക് നോക്കിയാലോ? സർ നോ പ്രോബ്ലം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സർ റെഡി. നമ്മൾ ബൾബ് അവിടെ സെറ്റാക്കി വെച്ച്, നിങ്ങൾക്കറിയാം ബൾബ് മാത്രം വരച്ചാൽ ബൾബ് കത്തോ? ഇല്ല സാർ, അതിന് സെല്ല് വേണം. സോ നമ്മൾ സെല്ലും റെഡിയാക്കി. ഇനി എന്താ ചെയ്യേണ്ടി? സാറേ ഇതിൻ്റെ പോസിറ്റീവ് നേരെ അതുമായിട്ട് കണക്ട് ചെയ്യണം, നെഗറ്റീവ് നേരെ അതുമായിട്ട് കണക്ട് ചെയ്യണം. നോ പ്രോബ്ലം. പോസിറ്റീവ് നമ്മൾ എടുത്തു, ടടടയും കണക്ട് ചെയ്ത്. സാർ ഇനി എന്താ അവിടെ നിന്ന് ഇങ്ങനെ നേരെ നെഗറ്റീവിലേക്ക് കൊടുത്ത്. ഇപ്പോൾ ഈ ബൾബ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. പക്ഷെ അങ്ങോട്ട് പറഞ്ഞ് വൈദ്യുതി അമൂല്യമാണ്, അത് പാഴാക്കരുത്. അപ്പോൾ നമ്മളിവിടെ എന്ത് വെച്ചെടുക്കും? ഒരു സ്വിച്ചും കൂടി വെച്ചെടുക്കും. പരിപാടി കഴിഞ്ഞു. ഹാപ്പി അല്ലേ? ഇങ്ങനെയാണ് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. ഈ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ബൾബ് വെക്കുന്നു, സ്വിച്ച് സെല്ല് വെക്കുന്നു, അതിൻ്റെ പോസിറ്റീവ് നേരെ ബൾബിൻ്റെ ഒരു സൈഡിലേക്ക് കൊടുക്കുന്നു, നെഗറ്റീവ് നേരെ മറ്റേ സൈഡിലേക്ക് കൊടുക്കുന്നു, അവിടെ ഒരു സ്വിച്ച് കൊടുക്കുന്നു, സ്വിച്ച് ഓൺ ആക്കിയാൽ ബൾബ് കത്തുന്നു. വാവ്,
ഹാപ്പി അല്ലേ, സെറ്റ് അല്ലേ? ഇത് വരയ്ക്കാൻ പഠിച്ച ആൾക്കാരാണെങ്കിൽ ഇപ്പം തന്നെ താഴെ ലൈക്ക് അടിക്കുക, താഴെ നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. സാർ ഒന്നാമത്തെ റെഡിയായി, ബൾബ് ഞങ്ങൾ കത്തിച്ച്. ഇനി അടുത്തെന്താ, ഒരു LED മൊഡ്യൂൾ എങ്ങനെ കത്തിക്കാന്ന് നിങ്ങൾ ചിലപ്പോൾ ടീച്ചർമാർ നിങ്ങൾ സ്കൂളിൽ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ടാവും. ഇതിനാണ് നമ്മൾ LED മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇതിൽ LED ഇങ്ങനെ ഉണ്ടാവും. ഇതിങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ ബൾബ് ഇങ്ങനെ കത്തും. സാർ ഇതെങ്ങനെ കണക്ട് ചെയ്യുക? സിമ്പിളാടാ. നമ്മൾ ആദ്യം ഒരു LED മൊഡ്യൂൾ എടുക്കും. സാറേ മൊഡ്യൂൾ അവിടെ റെഡി ആയിട്ട് നിൽക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക? LED മൊഡ്യൂൾ മാത്രം വെച്ചാൽ മതിയോ? സാറേ LED കത്തണമെന്നുണ്ടെങ്കിൽ കറണ്ട് വേണം. നേരത്തെ മാതിരി ഒരു സെല്ല് എടുത്താൽ മതിയോ? എടാ ഒരു സെല്ലിൽ നിന്ന് കുറച്ച് കറണ്ട് അട കിട്ടുക. അപ്പോൾ നമ്മൾ സെല്ലിൻ്റെ കാക്കനെടുക്കും. സെല്ലിൻ്റെ കാക്കാരാ, സെല്ലിൻ്റെ ബ്രദർ ആരാ, സെല്ലിൻ്റെ എൽഡർ ബ്രദർ ആരാ? അതാണ് സുഹൃത്തുക്കളെ ബാറ്ററി. നമ്മൾ വലിയൊരു ബാറ്ററി എടുത്ത് വെക്കും. ഞങ്ങളുടെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ബാറ്ററിയും അവിടെ LED കണ്ണും നോക്കി നിന്നാൽ ബൾബ് കത്തുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? പോസിറ്റീവിൽ നിന്ന് നേരെ അങ്ങ് കണക്ട് ചെയ്യും. പോസിറ്റീവ് നേരെ അങ്ങ് കണക്ട് ചെയ്ത് ബൾബ് കത്തുമോ? ഇല്ല സാറേ, ഇവിടെ ഒരാൾ വെറുതെ നിൽക്കണ്ടില്ലേ, അത് നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യണം. സോ നമ്മൾ അവിടുന്ന് നേരെ കണക്ഷൻ കൊടുക്കുന്നു, താഴോട്ട് എടുക്കുന്നു, നെഗറ്റീവിലേക്കും കണക്ട് ചെയ്യുന്നു. മതി, പരിപാടി കഴിഞ്ഞ്, സെറ്റ്. ആ ബൾബ് ഇങ്ങനെ പ്രകാശിക്കും. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. എന്താ പ്രശ്നം? വൈദ്യുതി അമൂല്യമാണ്, അത് പാഴാക്കരുത്. സോ നമ്മൾ എന്ത് ഫിറ്റ് ചെയ്യടാ? ഒരു സ്വിച്ചും കൂടി ഫിറ്റ് ചെയ്യും. പരിപാടി ഹാപ്പി, പരിപാടി കഴിഞ്ഞ്. ഓക്കെ അല്ലേ? അപ്പോൾ ചിലർക്കായിരിക്കും സർ ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം എങ്ങനെ വരയ്ക്കുക? ഇത് സർക്യൂട്ട് ഡയഗ്രം ആണ്, വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. പക്ഷെ നമ്മൾ സിമ്പിൾസ് യൂസ് ചെയ്തിട്ട്, പ്രതീകങ്ങൾ യൂസ് ചെയ്തിട്ട് എങ്ങനെ വരയ്ക്കാടാ? പ്രതീകങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം LED എടുക്കും. ഇത് LED ആണ്. ഒരു LED എടുത്ത് സാറേ LED കത്തണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? എടാ ബാറ്ററി വേണം. നമ്മൾ ബാറ്ററി വരച്ച്. അടുത്ത സ്റ്റെപ്പ് എന്താ? കറണ്ട് പോകണം. സോ കറണ്ട് പോസിറ്റീവിൽ നിന്ന് വരുന്നു, ടൈം അങ്ങോട്ട് കണക്ട് ചെയ്യുന്നു, നെഗറ്റീവിൽ നിന്ന് വരുന്നു, തിരിച്ചിങ്ങോട്ട് വരുന്നു. വാവ്, LED കത്തിക്കൊണ്ടേയിരിക്കും. നമ്മൾ എന്താ ചെയ്യുക? വൈദ്യുതി അമൂല്യമാണ്, പാഴാക്കരുത്. ആരെയും കൂടി ഫിറ്റ് ചെയ്യും? അവിടെ ഒരു ബാറ്ററി സെല്ല് സ്വിച്ചും കൂടി ഫിറ്റ് ചെയ്യും. സോ സെറ്റ്, ഹാപ്പി അല്ലേ? അപ്പം നമ്മൾ LED കത്തിക്കാനും പഠിച്ചടാ. നമ്മളിപ്പോൾ LED കത്തിക്കാൻ പഠിച്ച്, പിന്നെ എന്താ പഠിച്ച്? നേരത്തെ ബൾബ് കത്തിക്കാൻ പഠിച്ച്. അപ്പോൾ ചില ആൾക്കാർ പറയും സാർ ഇതൊന്നും പോരാ, ഞങ്ങൾക്ക് ഇതൊന്നും പോരാ. നമ്മൾ 2 എണ്ണം പഠിച്ചേ. 2ഉം പഠിച്ച ആൾക്കാർ കമൻറ്റ് ബോക്സിൽ വേറെ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യുക. നമ്മൾ നേരെ 3ാമത്തെ ആളും കൂടി പഠിക്കുന്നു, മോട്ടർ എങ്ങനെയാണ് സാറേ കറക്കുകയെന്ന്. വേണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചിലപ്പോൾ സ്കൂളിൽ നിന്ന് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടാവും. പറ്റുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കത്തിച്ച് നോക്കടാ. സാറേ നമ്മളൊരു മോട്ടർ കറക്കാൻ പോവുക. എങ്ങനെ മോട്ടർ കറക്കുക? നമ്മൾ ആദ്യം മോട്ടർ അങ്ങനെ എടുക്കും. ഇതാണ് നാം മോട്ടർ, പാവം ഞാൻ വരച്ചതാണ്. ഇതാണ് നമ്മളെ മിനി മോട്ടർ. അതിനപ്പുറത്തെ ഫാനുണ്ട്. സാറേ മോട്ടർ കറക്കണം എന്നുണ്ടെങ്കിൽ കറണ്ട് വേണം. നിങ്ങൾ പറയും സെല്ല് വേണോ ബാറ്ററി വേണോ? സാറേ സെല്ല് എന്ന് പറഞ്ഞാൽ കുഞ്ഞു ആവേ, അതിൽ കുറച്ച് കറണ്ട് ഉണ്ടാവുള്ളൂ, നമുക്ക് കുറേ കറണ്ട് വേണം. സോ നമ്മൾ ബാറ്ററി എടുത്ത് ബാറ്ററി എടുത്ത് നിങ്ങൾ പറയും ഇതിന് പോസിറ്റീവും കണക്ട് ചെയ്യണ്ടേ? നേരെ ഒരു വര വരച്ചാൽ മതിയോ? അയ്യേ, ഒരു വൃത്തിയില്ല സാറേ. നേരെ എങ്ങനെ കണക്ട് ചെയ്യുന്നു? നേരെ അങ്ങനെ കണക്ട് ചെയ്യുന്നു. വാവ്, പോസിറ്റീവ് എത്തി. എന്താ ചെയ്യേണ്ടി? നെഗറ്റീവ് കണക്ട് ചെയ്യണം. ട്രിങ് നെഗറ്റീവും സെറ്റ്. സാറേ വൈദ്യുതി അമൂല്യമാണ്, പാഴാക്കരുത്. വാവ്, അവിടെ ഒരു സ്വിച്ചും ഫിറ്റ് ചെയ്ത്. ഹാപ്പി അല്ലേ? എതിരഭിപ്രായം വല്ലതുണ്ടോ? സോ മോട്ടർ കറക്കണം എന്നുണ്ടെങ്കിൽ പോസിറ്റീവിൽ നിന്ന് ഒരു ഭാഗത്തേക്ക് കൊടുക്കുന്നു, നെഗറ്റീവിൽ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കൊടുക്കുന്നു. അവിടെ നമ്മളൊരു സ്വിച്ചും ഫിറ്റ് ചെയ്യുന്നു. സാർ ഇതിൻ്റെ സിമ്പിൾ വെച്ചിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രം ഒന്ന് പഠിപ്പിച്ചു തരുമോ? ഓ, ഞാൻ പഠിപ്പിച്ചാരല്ലോ. മിനി മോട്ടറിൻ്റെ സിമ്പിൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? അതാ മിനി മോട്ടറിൻ്റെ സിമ്പിൾ. ഇതാരാ? ബാറ്ററി. പിന്നെ മിനി മോട്ടറിൻ്റെ സിമ്പിൾ എന്താ? M. അപ്പോൾ ബാറ്ററി റെഡിയാണ്, മിനി മോട്ടറും റെഡിയാണ്. ഇനി എന്താ ചെയ്യേണ്ടി? പറയും. പോസിറ്റീവിൽ നിന്ന് ആദ്യം വരയ്ക്കണം. ഏതാ പോസിറ്റീവ്? വലിയ വര. സോ പോസിറ്റീവിൽ നിന്ന് കറണ്ട് ഇങ്ങനെ വരുന്നു. വാവ്, മോട്ടറിലേക്ക് കൊടുക്കുന്നു. അതിന് നെഗറ്റീവിൽ നിന്ന് തിരിച്ചു വരുന്നു. വാവ്, മോട്ടർ ഇങ്ങനെ കറങ്ങുന്നു. നമ്മൾ എന്തും കൂടി കൊടുക്കണം? സ്വിച്ചും കൂടി കൊടുക്കണം. പരിപാടി ഹാപ്പി ന്യൂ ഇയർ. സെറ്റല്ലേ? ഉഷാറല്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ച്? നമ്മൾ മോട്ടർ കറക്കാൻ പഠിച്ച്. പിന്നെ എന്താ പഠിച്ച്? LED സ്ട്രിപ്പ് കത്തിക്കാൻ പഠിച്ച്. ഒരു ബൾബ് കത്തിക്കാനും പഠിച്ച്. ഈ 3 നിങ്ങൾക്ക് ഉഷാറായില്ലേ? ഇതാണ് ശരിക്കും 9ാം ക്ലാസ്സിൻ്റെ ഒക്കെ ബേസ്. ഇനി 9ാം ക്ലാസ്സിൽ നമ്മളിത് പഠിക്കും. അടുത്ത പോലെ 8ാം ക്ലാസ്സിലില്ല, 9ാം ക്ലാസ്സിൽ നമ്മളിത് പഠിക്കും. സോ ഇതൊന്ന് ബേസ് സെറ്റാക്കിയ ഹാപ്പിയാണ്. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ, ഈ 3 ഡയഗ്രം നിങ്ങൾക്ക് വരയ്ക്കാൻ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ലൈക്ക് ചെയ്യുക. നിങ്ങളെ കമൻറ്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സോ ഇന്ന് രാത്രിത്തെ ലൈവിൽ ഈ പാഠത്തിലെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ പറയും. See you there. Bye.